സിക്സ് തിങ്കിങ് ഹാറ്റ്സ്. നമ്മുടെ ചിന്താരീതികൾ ആശയക്കുഴപ്പങ്ങൾ നിറഞ്ഞതും വികാരങ്ങളാൽ സ്വാധീനിക്കപ്പെട്ടതുമാണ്. ഒരേ സമയം പല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ ശ്രമിക്കുന്നതിലൂടെ നമ്മുടെ മനസ്സ് കെട്ടുപിണഞ്ഞ് കിടക്കുന്നു. ഒരു സങ്കീർണതയെ ലഘൂകരിക്കാനും ചിന്താ പ്രക്രിയയെ കൂടുതൽ വ്യക്തവും ഫലപ്രദവുമാക്കാനുമുള്ള ആശയമാണ് സിക്സ് തിങ്കിങ് ഹാറ്റ്സ്. നാം സാധാരണയായി ഉപയോഗിക്കുന്ന വാദപ്രതിവാദങ്ങൾ പലപ്പോഴും തങ്ങളുടെ ഭാഗം ശരിയാണെന്ന് സ്ഥാപിക്കാനാണ് ശ്രമിക്കുന്നത്. ഒരു യോഗത്തിൽ എല്ലാവരും ഒരേ സമയം പല കാര്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ അവിടെ ആശയക്കുഴപ്പം മാത്രമേ ഉണ്ടാകൂ. മനസ്സ് പതറിപ്പോകാതെ ചിന്തകളെ കൃത്യമായി ചിട്ടപ്പെടുത്തി മികച്ച തീരുമാനങ്ങളിൽ എത്തിച്ചേരാൻ സഹായിക്കുന്ന ഒരു പ്രശസ്തമായ ചിന്താരീതിയാണ് സിക്സ് തിങ്കിങ് ഹാറ്റ്സ്. 1985 പ്രശസ്ത മനഃശാസ്ത്രജ്ഞനായ എഡ്വേർഡ് ഡി ബോണോ ആണ് ഈ മനഃശാസ്ത്ര സമീപനം ലോകത്തിന് പരിചയപ്പെടുത്തിയത്. വ്യത്യസ്തമായ 6 ചിന്താഗതികളെ 6 നിറങ്ങളുള്ള തൊപ്പികളായി സങ്കല്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ സിദ്ധാന്തം ആവിഷ്കരിച്ചത്. ഈ രീതി അനുസരിച്ച് ഒരു പ്രശ്നത്തെ സമീപിക്കുമ്പോൾ നമ്മൾ ഓരോ ഘട്ടത്തിലും ഓരോ പ്രത്യേക നിറത്തിലുള്ള തൊപ്പി ധരിക്കുന്നതായി സങ്കല്പിക്കണം. ആ തൊപ്പി ധരിച്ചിരിക്കുന്ന സമയത്ത് അതിന് നിശ്ചയിച്ചിട്ടുള്ള ചിന്താരീതിയിലൂടെ മാത്രമേ പ്രശ്നത്തെ വീക്ഷിക്കാൻ പാടുള്ളൂ. ഇതിലൂടെ ഒരു കാര്യത്തിന്റെ എല്ലാ വശങ്ങളും ഘട്ടം ഘട്ടമായി വ്യക്തതയോടെ വിശകലനം ചെയ്യാൻ സാധിക്കും. വ്യക്തിപരമായ തീരുമാനങ്ങൾ എടുക്കാനും വലിയ കോർപ്പറേറ്റ് മീറ്റിംഗുകൾ കൂടുതൽ ഫലപ്രദമാക്കാനും ഈ രീതി ഇന്ന് ലോകമെമ്പാടും പരക്കെ ഉപയോഗിച്ചു വരുന്നു. ഈ പ്രക്രിയയിലെ 6 തൊപ്പികൾ താഴെ പറയുന്ന ചിന്താരീതികളെയാണ് പ്രതിനിധീകരിക്കുന്നത്. വെള്ളത്തൊപ്പി, വൈറ്റ് ഹാറ്റ്. ഈ തൊപ്പി ധരിക്കുമ്പോൾ നമ്മൾ പൂർണ്ണമായും നിഷ്പക്ഷരായി മാറണം. വികാരങ്ങൾക്കോ സ്വന്തം അഭിപ്രായങ്ങൾക്കോ ഇവിടെ സ്ഥാനമില്ല. കയ്യിലുള്ള വിവരങ്ങൾ, കണക്കുകൾ അഥവാ ഡാറ്റ, വസ്തുതകൾ എന്നിവ മാത്രം പരിശോധിച്ച് ഇനിയും എന്തൊക്കെ വിവരങ്ങളാണ് കണ്ടെത്തേണ്ടത് എന്ന് ചിന്തിക്കുന്ന ഘട്ടമാണിത്. ചുവപ്പ് തൊപ്പി, റെഡ് ഹാറ്റ്. ഇത് വികാരങ്ങളുടെയും ഉൾവിളികളുടെയും തൊപ്പിയാണ്. ഒരു തീരുമാനത്തോട് മനസ്സിന് തോന്നുന്ന ഭയം, സന്തോഷം അല്ലെങ്കിൽ ആശങ്ക എന്നിവയൊക്കെ പ്രകടിപ്പിക്കാൻ ഈ ഘട്ടം ഉപയോഗിക്കാം. ഇവിടെ പറയുന്ന വികാരങ്ങൾക്ക് യുക്തിപരമായ കാരണങ്ങൾ ബോധിപ്പിക്കേണ്ടതില്ല എന്നതാണ് ഇതിന്റെ പ്രത്യേകത. കറുപ്പ് തൊപ്പി, ബ്ലാക്ക് ഹാറ്റ്. ചിന്താ പ്രക്രിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തൊപ്പികളിൽ ഒന്നാണിത്. ഒരു തീരുമാനത്തിന്റെ ദോഷവശങ്ങൾ, വരാൻ സാധ്യതയുള്ള അപകടങ്ങൾ, തടസ്സങ്ങൾ, എന്തുകൊണ്ട് ഈ പ്ലാൻ പരാജയപ്പെടാം എന്നിവയെല്ലാം വളരെ ജാഗ്രതയോടെ മുൻകൂട്ടി കാണാൻ കറുത്ത തൊപ്പി സഹായിക്കുന്നു. മഞ്ഞത്തൊപ്പി, യെല്ലോ ഹാറ്റ്. കറുത്ത തൊപ്പിക്ക് നേരെ വിപരീതമാണ് ഇത്. ഈ തൊപ്പി ധരിക്കുമ്പോൾ നമ്മൾ തികഞ്ഞ ശുഭാപ്തി വിശ്വാസിയായി മാറണം. എടുക്കാൻ പോകുന്ന തീരുമാനത്തിന്റെ നല്ല വശങ്ങൾ, അതുവഴി ലഭിക്കുന്ന ലാഭങ്ങൾ, ഉണ്ടാകാൻ പോകുന്ന അനുകൂല സാഹചര്യങ്ങൾ എന്നിവ മാത്രമാണ് ഈ ഘട്ടത്തിൽ ചിന്തിക്കുക. പച്ചത്തൊപ്പി, ഗ്രീൻ ഹാറ്റ്. ഇത് സർഗാത്മകതയുടെയും ക്രിയേറ്റിവിറ്റിയുടെയും പുതിയ ആശയങ്ങളുടെയും തൊപ്പിയാണ്. നിലവിലുള്ള വഴിയിൽ നിന്നും മാറി പുതിയ ബദൽ മാർഗങ്ങൾ കണ്ടെത്താനും വ്യത്യസ്തമായ ആശയങ്ങൾ ചിന്തിച്ചെടുക്കാനും പച്ചത്തൊപ്പി ധരിക്കുന്നതിലൂടെ സാധിക്കുന്നു. നീലത്തൊപ്പി, ബ്ലൂ ഹാറ്റ്. ഈ ചിന്താ പ്രക്രിയയെ മുഴുവനായി നിയന്ത്രിക്കുന്ന മാനേജറുടെ റോളാണ് നീലത്തൊപ്പിയുടേത്. ചർച്ചകൾ ഏത് ദിശയിലാണ് പോകുന്നത് എന്ന് വിലയിരുത്താനും ഏത് തൊപ്പി എപ്പോൾ ധരിക്കണം എന്ന് തീരുമാനിക്കാനും ഒടുവിൽ ചിന്തകളെ ക്രോഡീകരിച്ച് ഒരു അന്തിമ തീരുമാനത്തിൽ എത്തിക്കാനും നീലത്തൊപ്പി സഹായിക്കുന്നു. മീറ്റിംഗുകളിൽ ആളുകൾ തമ്മിൽ തർക്കിക്കുന്നത് ഒഴിവാക്കി എല്ലാവരെയും ഒരേ ദിശയിൽ ചിന്തിപ്പിക്കാൻ സഹായിക്കുന്നു എന്നതാണ് സിക്സ് തിങ്കിങ് ഹാറ്റ്സിന്റെ ഏറ്റവും വലിയ പ്രയോജനം. സിക്സ് തിങ്കിങ് ഹാറ്റ്സ് രീതിയിൽ ഒരു വ്യക്തി ഒരു പ്രത്യേക വശത്ത് നിൽക്കുന്നില്ല, പകരം ലഭ്യമായ എല്ലാ വശങ്ങളും പരിശോധിക്കുകയാണ് ചെയ്യുന്നത്. ഓരോ സമയത്തും ഓരോ കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെ മസ്തിഷ്കത്തിന് കൂടുതൽ ഫലപ്രദമായി പ്രവർത്തിക്കാൻ കഴിയുന്നു.
ചിന്തകളുടെ സുതാര്യത, വിവരങ്ങളുടെയും വസ്തുതകളുടെയും വെള്ളത്തൊപ്പി, ദി വൈറ്റ് ഹാറ്റ്. വെള്ളത്തൊപ്പി എന്നാൽ വസ്തുതകളുടെയും വിവരങ്ങളുടെയും കണക്കുകളുടെയും പ്രതീകമാണ്. ഒരു പ്രശ്നത്തെ വിശകലനം ചെയ്യുമ്പോൾ സ്വന്തം താല്പര്യങ്ങളോ മുൻവിധികളോ വികാരങ്ങളോ കലർത്താതെ ലഭ്യമായ വിവരങ്ങളെ മാത്രം മുൻനിർത്തി ചിന്തിക്കുന്ന രീതിയാണിത്. നമ്മുടെ കൈവശം ഇപ്പോൾ എന്തൊക്കെ വിവരങ്ങളുണ്ട്? ഇനിയും എന്തൊക്കെ വിവരങ്ങളാണ് നമ്മൾ ശേഖരിക്കേണ്ടത്? അവ എങ്ങനെ കണ്ടെത്താം എന്നീ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് വെള്ളത്തൊപ്പി ധരിക്കുന്നതിലൂടെ ഒരു വ്യക്തിയോ ഗ്രൂപ്പോ കണ്ടെത്താൻ ശ്രമിക്കുന്നത്. ഈ ഘട്ടത്തിൽ വികാരങ്ങൾക്കോ എനിക്ക് തോന്നുന്നു, എന്റെ അനുമാനം ഇതാണ് തുടങ്ങിയ ഊഹങ്ങൾക്കോ സ്ഥാനമില്ല. പകരം കഴിഞ്ഞ 5 വർഷത്തെ കണക്കുകൾ ഇതാണ്, ഈ വർഷത്തെ വിപണി മൂല്യം ഇത്ര ശതമാനമാണ് എന്നിങ്ങനെയുള്ള കൃത്യമായ വിവരങ്ങൾ, ഡാറ്റ മാത്രമാണ് സംസാരിക്കേണ്ടത്. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം കാര്യങ്ങളെ കാണാൻ ഇത് നമ്മെ പ്രാപ്തരാക്കുന്നു. വെള്ളത്തൊപ്പി ധരിച്ച് ചിന്തിക്കുമ്പോൾ പ്രധാനമായും 3 കാര്യങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. ലഭ്യമായ വിവരങ്ങൾ, വാട്ട് ഇൻഫർമേഷൻ ഡു വി ഹാവ്? നിലവിൽ നമ്മുടെ പക്കലുള്ള കൃത്യമായ വിവരങ്ങൾ, മുൻകാല അനുഭവങ്ങളിൽ നിന്നുള്ള കണക്കുകൾ, ശാസ്ത്രീയമായ തെളിവുകൾ എന്നിവയെല്ലാം ഈ വിഭാഗത്തിൽ വരുന്നു. ആവശ്യമായ വിവരങ്ങൾ, വാട്ട് ഇൻഫർമേഷൻ ഡു വി നീഡ്? നിലവിലുള്ള പ്രശ്നം പരിഹരിക്കാൻ അല്ലെങ്കിൽ ലക്ഷ്യം കൈവരിക്കാൻ ഇനിയും എന്തൊക്കെ വിവരങ്ങളാണ് നമുക്ക് ലഭിക്കാനുള്ളത് എന്ന് തിരിച്ചറിയുക. വിവരങ്ങൾ ശേഖരിക്കാനുള്ള വഴികൾ, ഹൗ ആർ വി ഗോയിങ് ടു ഗെറ്റ് ദ മിസ്സിംഗ് ഇൻഫർമേഷൻ? നമുക്കില്ലാത്ത വിവരങ്ങൾ എവിടെ നിന്ന് എങ്ങനെ കണ്ടെത്താം എന്ന് നിശ്ചയിക്കുക. ഉദാഹരണത്തിന് സർവേകൾ നടത്തുക, ഇന്റർനെറ്റിൽ തിരയുക, വിദഗ്ധരുടെ സഹായം തേടുക. വെള്ളത്തൊപ്പിയിൽ വരുന്ന വസ്തുതകളെ 2ആയി തരംതിരിക്കാം. ഒന്ന്, സ്ഥിരീകരിക്കപ്പെട്ട വസ്തുതകൾ, ചെക്ക്ഡ് ഫാക്ട്സ്, അതായത് ശാസ്ത്രീയമായോ രേഖാമൂലമോ തെളിയിക്കപ്പെട്ട കാര്യങ്ങൾ. 2, വിശ്വസനീയമായ വസ്തുതകൾ, ബിലീവ്ഡ് ഫാക്ട്സ്, അതായത് നിലവിൽ സത്യമാണെന്ന് പൊതുവെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതും എന്നാൽ പൂർണ്ണമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ലാത്തതുമായ വിവരങ്ങൾ. ഇവ രണ്ടും 2 രീതിയിലാണ് വെള്ളത്തൊപ്പിയിൽ കൈകാര്യം ചെയ്യുന്നത്. വിശ്വസനീയമായ വസ്തുതകളെ ചർച്ചകളിൽ ഉൾപ്പെടുത്താമെങ്കിലും അന്തിമ തീരുമാനം എടുക്കുന്നതിനു മുമ്പ് അവ സ്ഥിരീകരിക്കേണ്ടതുണ്ട്. നിങ്ങൾ ഒരു പുതിയ സ്മാർട്ട് ഫോൺ വാങ്ങാൻ തീരുമാനിക്കുന്നു എന്ന് കരുതുക. സാധാരണയായി നമ്മൾ പരസ്യങ്ങളിൽ വീണോ, സുഹൃത്തുക്കൾ പറഞ്ഞത് കേട്ടോ, അല്ലെങ്കിൽ ഫോണിന്റെ ഭംഗി കണ്ടോ ആണ് അത് വാങ്ങുക. എന്നാൽ ഇവിടെ വെള്ളത്തൊപ്പി ധരിച്ചാണ് ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ചിന്തകൾ ഇങ്ങനെയായിരിക്കും. ലഭ്യമായ വിവരങ്ങൾ, എന്റെ ബജറ്റ് 25,000 രൂപയാണ്. എനിക്ക് നിലവിലുള്ള ഫോണിന്റെ സ്റ്റോറേജ് 64 GB ആണ്. അത് തികയുന്നില്ല. എനിക്ക് ദിവസവും കുറഞ്ഞത് 5 മണിക്കൂർ ഫോൺ ഉപയോഗിക്കേണ്ടതുണ്ട്. വസ്തുതകൾ പരിശോധിക്കൽ, വിപണിയിൽ 25,000 രൂപയ്ക്ക് താഴെ വിലയുള്ള 5 ഫോണുകൾ ലഭ്യമാണ്. അതിൽ 3 എണ്ണത്തിന് 128 GB സ്റ്റോറേജും 5000 mAh ബാറ്ററിയുമുണ്ട്. അവയുടെ പ്രോസസറിന്റെ വേഗത ഇത്രയാണ്. ആവശ്യമായ വിവരങ്ങൾ, ഈ 3 ഫോണുകളിൽ ഏതിനാണ് ഏറ്റവും മികച്ച സർവീസ് സെന്റർ സൗകര്യം എന്റെ നാട്ടിലുള്ളത്? ഇതിന്റെ ക്യാമറ ക്വാളിറ്റിയെ കുറിച്ച് യഥാർത്ഥ ഉപഭോക്താക്കളുടെ റിവ്യൂ എന്താണ്? ഇവിടെ നിങ്ങൾ ബ്രാൻഡിനോടുള്ള ഇഷ്ടമോ പണം നഷ്ടപ്പെടുമോ എന്ന ഭയമോ കലർത്താതെ തികച്ചും വസ്തുതകൾ മാത്രം വിശകലനം ചെയ്ത് ഒരു മികച്ച അടിത്തറ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. വ്യക്തി ജീവിതത്തിലായാലും ഔദ്യോഗിക ജീവിതത്തിലായാലും ഒരു പ്രശ്നം വരുമ്പോൾ ആദ്യം ശാന്തമായി വെള്ളത്തൊപ്പി ധരിക്കുക. മുൻവിധികൾ മാറ്റിവെച്ച് യാഥാർത്ഥ്യങ്ങളെയും കണക്കുകളെയും നേരിടുക. ചിന്തകളിൽ ഒഴുക്കും വ്യക്തതയും വരുത്താനും തർക്കങ്ങളില്ലാത്ത ആരോഗ്യകരമായ ചർച്ചകൾ നയിക്കാനും വെള്ളത്തൊപ്പി എന്ന ഈ മാനസിക ഉപകരണം നമ്മെ സഹായിക്കും. ശരിയായ വിവരങ്ങളുടെ അടിത്തറയിൽ കെട്ടിപ്പടുക്കുന്ന തീരുമാനങ്ങൾ ഒരിക്കലും നമ്മെ നിരാശപ്പെടുത്തില്ല എന്നതു തന്നെയാണ് ഈ വെള്ളത്തൊപ്പി ചിന്താഗതിയുടെ അന്തഃസത്ത. വികാരങ്ങളുടെയും ഉൾവിളികളുടെയും ചുവപ്പു തൊപ്പി, ദ റെഡ് ഹാറ്റ്. മനുഷ്യൻ വെറുമൊരു കമ്പ്യൂട്ടറോ റോബോട്ടോ അല്ല. എല്ലാ വിവരങ്ങളും കൃത്യമായി പഠിച്ചു കഴിഞ്ഞാലും നമ്മുടെ തീരുമാനങ്ങളെ സ്വാധീനിക്കുന്ന മറ്റൊരു പ്രധാന ഘടകമുണ്ട്. അതാണ് നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ വികാരങ്ങൾ.
സിക്സ് തിങ്കിങ് ഹാറ്റ് സിദ്ധാന്തത്തിൽ വികാരങ്ങൾ, ഉൾവിളികൾ അഥവാ ഇൻറ്റ്യൂഷൻ, മുൻവിധികൾ, മറ്റ് മാനസികാവസ്ഥകൾ എന്നിവയെ സൂചിപ്പിക്കുന്നത് ചുവപ്പു തൊപ്പി റെഡ് ഹാറ്റ് കൊണ്ടാണ്. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വികാരങ്ങളെ മാറ്റി നിർത്തണം എന്ന ഉപദേശം നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട്. എന്നാൽ വികാരങ്ങളെ നമ്മൾ എത്ര തന്നെ ഒളിപ്പിച്ചു വെക്കാൻ ശ്രമിച്ചാലും അവ അബോധ മനസ്സിൽ കിടന്ന് നമ്മുടെ തീരുമാനങ്ങളെ സ്വാധീനിച്ചു കൊണ്ടേയിരിക്കും. ചുവപ്പ് തൊപ്പി തലയിൽ വച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് തന്റെ മനസ്സിലുള്ള പേടി, ആവേശം, സ്നേഹം, ദേഷ്യം അല്ലെങ്കിൽ ഒരു കാര്യത്തോടുള്ള വിമുഖത എന്നിവയൊക്കെ തുറന്നു പറയാൻ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. ബിസിനസ്സിലായാലും കുടുംബത്തിലായാലും പല തീരുമാനങ്ങളും പരാജയപ്പെടുന്നത് ആളുകൾക്ക് അതിനോട് മാനസികമായി പൊരുത്തപ്പെടാൻ കഴിയാത്തത് കൊണ്ടാണ്. വെളുത്ത തൊപ്പിയിലൂടെ നോക്കുമ്പോൾ ഒരു പ്രോജക്റ്റ് 100% ലാഭകരമാണെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ടാകാം. എന്നാൽ കമ്പനിയിലെ ജീവനക്കാർക്ക് ആ പ്രൊജക്റ്റിനോട് മാനസികമായി ഒരു താല്പര്യവുമില്ലെങ്കിൽ അവർ അത് പൂർണ്ണ മനസ്സോടെ ചെയ്യില്ല. തത്ഫലമായി ആ പ്രൊജക്റ്റ് പരാജയപ്പെടും. ചുവപ്പ് തൊപ്പിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ കാരണങ്ങൾ ബോധിപ്പിക്കേണ്ടതില്ല എന്നതാണ്. സാധാരണയായി നമ്മൾ ഒരു അഭിപ്രായം പറയുമ്പോൾ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്ന് മറ്റുള്ളവർ ചോദിക്കും. എന്നാൽ ചുവപ്പ് തൊപ്പി ധരിച്ച് സംസാരിക്കുമ്പോൾ എനിക്ക് ഈ ഡീൽ ഇഷ്ടപ്പെടുന്നില്ല, അത്രമാത്രം എന്ന് പറയാൻ ഒരാൾക്ക് അവകാശമുണ്ട്. യുക്തിക്ക് നിരക്കാത്ത പല ഉൾവിളികളും ഗട്ട് ഫീലിംഗ്സ് പലപ്പോഴും ശരിയായി വരാറുണ്ട്. വർഷങ്ങളുടെ പരിചയ സമ്പത്തിൽ നിന്ന് നമ്മുടെ ഉപബോധ മനസ്സ് തരുന്ന ചില സൂചനകളാണവ. അത്തരം ഉൾവിളികളെ ചർച്ചയുടെ ഭാഗമാക്കാൻ ചുവപ്പു തൊപ്പി സഹായിക്കുന്നു. ചുവപ്പു തൊപ്പി ധരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന വികാരങ്ങളെ പ്രധാനമായും 3 തരംതിരിക്കാം. സാധാരണ വികാരങ്ങൾ: ഫിയർ, ആങ്കർ, ജോയ്. ഒരു പുതിയ മാറ്റം വരുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാകുന്ന ഭയം അല്ലെങ്കിൽ ഒരു വലിയ വിജയം കാണുമ്പോൾ ഉണ്ടാകുന്ന ആവേശം. ഉൾവിളികൾ: ഇൻറ്റ്യൂഷൻ അഥവാ ഗട്ട് ഫീലിംഗ്. വ്യക്തമായ തെളിവുകൾ നിരത്താൻ കഴിയില്ലെങ്കിലും മുൻകാല അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഇത് ശരിയാകും അല്ലെങ്കിൽ ഇതിലെന്തോ ചതിയുണ്ട് എന്ന് മനസ്സ് പറയുന്ന അവസ്ഥ. സൗന്ദര്യാത്മകവും ധാർമ്മികവുമായ വികാരങ്ങൾ: എസ്തെറ്റിക്സ് ആൻഡ് വാല്യൂസ്. ഒരു ഡിസൈൻ കാണുമ്പോൾ അനുഭവപ്പെടുന്ന ഭംഗി അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ അത് നമ്മുടെ ധാർമ്മിക മൂല്യങ്ങൾക്ക് നിരക്കുന്നതാണോ എന്ന ചിന്ത. ഒരു ഓഫീസിൽ നിലവിലുള്ള ജോലി രീതി മാറ്റി മറ്റൊരു അത്യാധുനിക സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാൻ മാനേജ്മെന്റ് തീരുമാനിക്കുന്നു. വെളുത്ത തൊപ്പി വെച്ച് നോക്കിയപ്പോൾ ഇത് ജോലി എളുപ്പമാക്കും എന്ന് മനസ്സിലായി. ഇനി മാനേജർ ജീവനക്കാരോട് ചുവപ്പ് തൊപ്പി ധരിച്ച് സംസാരിക്കാൻ ആവശ്യപ്പെടുന്നു. ജീവനക്കാരൻ എ: എനിക്ക് ഇതിൽ ചെറിയൊരു പേടിയുണ്ട്. എനിക്ക് കമ്പ്യൂട്ടർ കാര്യമായി അറിയില്ല. പുതിയ സിസ്റ്റം വന്നാൽ എനിക്ക് ജോലി നഷ്ടപ്പെടുമോ എന്ന് ആശങ്കയുണ്ട്. ജീവനക്കാരൻ ബി: സത്യം പറഞ്ഞാൽ എനിക്ക് ഈ മാറ്റത്തോട് വിയോജിപ്പാണ്. പഴയ രീതിയാണ് എനിക്ക് കൂടുതൽ കംഫർട്ടബിൾ. ഇവിടെ ജീവനക്കാരുടെ മനസ്സിലുള്ള ഭയം പുറത്തു വന്നതുകൊണ്ട് മാനേജ്മെന്റിന് അവർക്ക് പ്രത്യേക പരിശീലനവും കൗൺസിലിംഗും നൽകാൻ സാധിക്കും. ചുവപ്പു തൊപ്പി ഉപയോഗിച്ചില്ലായിരുന്നെങ്കിൽ ഈ ജീവനക്കാർ തങ്ങളുടെ ഭയം ഉള്ളിലൊതുക്കി പുതിയ സിസ്റ്റത്തോട് സഹകരിക്കാതെ വിട്ടുനിൽക്കുമായിരുന്നു. ചുവപ്പ് തൊപ്പി വളരെ ശക്തമായ ഒരു ടൂൾ ആണെങ്കിലും ഇത് ഉപയോഗിക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം തിരക്കൽ: ചുവപ്പ് തൊപ്പി ധരിച്ച് ഒരാൾ ഒരു വികാരം പ്രകടിപ്പിക്കുമ്പോൾ നീ എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്നത് എന്ന് ചോദിക്കാൻ പാടില്ല. കാരണം ചോദിക്കുന്ന നിമിഷം ചുവപ്പ് തൊപ്പിയുടെ പ്രസക്തി നഷ്ടപ്പെടുകയും അത് കറുത്ത തൊപ്പിയിലേക്കോ വെളുത്ത തൊപ്പിയിലേക്കോ മാറുകയും ചെയ്യും. അതിരുകടന്ന വികാര പ്രകടനങ്ങൾ: വ്യക്തിപരമായ ദേഷ്യം തീർക്കാനോ മറ്റുള്ളവരെ അപമാനിക്കാനോ ചുവപ്പു തൊപ്പി ഉപയോഗിക്കരുത്. വികാരങ്ങൾ പ്രൊജക്റ്റിനോടോ ആശയത്തോടോ മാത്രമായിരിക്കണം. സമയപരിധി: ചുവപ്പു തൊപ്പി വളരെ കുറഞ്ഞ സമയം മാത്രമേ ധരിക്കാൻ പാടുള്ളൂ. വികാരങ്ങളുടെ പുറത്ത് മാത്രം ഒരു തീരുമാനവും എടുക്കാൻ കഴിയില്ല. അത് മറ്റു തൊപ്പികളിലൂടെ കടന്നുപോയേ തീരൂ. ചുവപ്പ് തൊപ്പി എന്നത് ചിന്തകൾക്ക് മുകളിൽ ഒരു കണ്ണാടി പിടിക്കുന്നത് പോലെയാണ്. ഇത് ഒളിച്ചു വച്ചിരിക്കുന്ന വികാരങ്ങളെയും ഉൾവിളികളെയും വെളിച്ചത്തേക്ക് കൊണ്ടുവരുന്നു. വെള്ളത്തൊപ്പി നൽകുന്ന വിവരങ്ങൾക്ക് മുകളിൽ മനുഷ്യത്വത്തിന്റെ സ്പർശം നൽകുന്നത് ചുവപ്പു തൊപ്പിയാണ്. ഒരു മികച്ച തീരുമാനമെടുക്കാൻ തലച്ചോറിലെ കണക്കുകൾ മാത്രം പോരാ,
മനസ്സിന്റെ അനുവാദം കൂടി വേണമെന്ന് ഈ ചുവപ്പുതൊപ്പി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ജാഗ്രതയുടെയും ദോഷങ്ങളുടെയും കറുപ്പുതൊപ്പി, ദ ബ്ലാക്ക് ഹാറ്റ്. കറുപ്പ് എന്ന നിറം സാധാരണയായി ഇരുട്ടിനെയോ നിഷേധാത്മകതയെയോ ആണ് സൂചിപ്പിക്കുന്നതെങ്കിലും ചിന്താ പ്രക്രിയയിൽ ഇതിന് വളരെ പോസിറ്റീവായ ഒരു ധർമ്മമാണുള്ളത്. കറുപ്പ് തൊപ്പി എന്നാൽ ജാഗ്രത അഥവാ കോഷൻ എന്നാണ് അർത്ഥമാക്കുന്നത്. ഒരു തീരുമാനമെടുക്കുമ്പോൾ വരാൻ സാധ്യതയുള്ള അപകടങ്ങൾ, തടസ്സങ്ങൾ, നിയമപരമായ പ്രശ്നങ്ങൾ, സാമ്പത്തിക നഷ്ടങ്ങൾ, എന്തുകൊണ്ട് ഈ ആശയം പരാജയപ്പെടാം എന്നിവയെല്ലാം വളരെ ജാഗ്രതയോടെ മുൻകൂട്ടി കാണാൻ കറുത്ത തൊപ്പി നമ്മെ സഹായിക്കുന്നു. ലളിതമായി പറഞ്ഞാൽ ഒരു വണ്ടിക്ക് ബ്രേക്ക് എത്രത്തോളം പ്രധാനമാണോ അത്രത്തോളം പ്രധാനമാണ് ഏതൊരു പദ്ധതിക്കും ഈ കറുപ്പു തൊപ്പി ചിന്താഗതി. കറുപ്പു തൊപ്പി എന്നത് വെറുതെ കുറ്റം പറയലോ അശുഭാപ്തി വിശ്വാസമോ അല്ല, മറിച്ച് അത് തികച്ചും യുക്തിഭദ്രമായ ഒരു അന്വേഷണമാണ്, ലോജിക്കൽ നെഗറ്റീവ്. ചുവപ്പു തൊപ്പിയിൽ നമ്മൾ കാരണങ്ങളില്ലാതെ വികാരങ്ങൾ പ്രകടിപ്പിച്ചു എങ്കിൽ കറുപ്പു തൊപ്പിയിൽ പറയുന്ന ഓരോ തടസ്സങ്ങൾക്കും കൃത്യമായ കാരണങ്ങൾ ഉണ്ടായിരിക്കണം. എനിക്ക് ഈ പ്ലാൻ ഇഷ്ടമല്ല എന്ന് പറയുന്നത് കറുപ്പു തൊപ്പിയല്ല, പകരം ഈ പ്ലാൻ നടപ്പാക്കിയാൽ കമ്പനിയുടെ ചിലവ് 30% വർദ്ധിക്കും, അതിനുള്ള പണം നമ്മുടെ കയ്യിലില്ല എന്ന് പറയുന്നതാണ് കറുപ്പു തൊപ്പിയുടെ രീതി. മനുഷ്യ സഹജമായ അതിജീവന പ്രേരണയുമായി, സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റുമായി ഏറ്റവും അടുത്തു നിൽക്കുന്ന തൊപ്പിയാണിത്. ചരിത്രാതീത കാലം മുതൽ മനുഷ്യൻ വന്യമൃഗങ്ങളിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടത് വരാനിരിക്കുന്ന അപകടങ്ങളെ മുൻകൂട്ടി കണ്ട് ജാഗ്രത പാലിച്ചതുകൊണ്ടാണ്. ബിസിനസ്സിലും ജീവിതത്തിലും ഒരു പരാജയം സംഭവിച്ചതിന് ശേഷം ദുഃഖിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് അത് സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ തടസ്സങ്ങൾ കണ്ടെത്തി പരിഹരിക്കുന്നത്. കറുപ്പ് തൊപ്പി ധരിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ പ്രധാനമായും 4 ചോദ്യങ്ങൾക്കാണ് ഉത്തരം കണ്ടെത്തേണ്ടത്. ഇതിലെ അപകടങ്ങൾ എന്തൊക്കെയാണ്? വാട്ട് ആർ ദ റിസ്ക്സ്? ഈ തീരുമാനം കാരണം ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന സാമ്പത്തിക തകർച്ചകൾ, മാനക്കേടുകൾ, ജീവനക്കാരുടെ പ്രശ്നങ്ങൾ എന്നിവ കണ്ടെത്തുക. ഇത് നിയമങ്ങൾക്കും മൂല്യങ്ങൾക്കും അനുസൃതമാണോ? ഈസ് ഇറ്റ് ലീഗൽ ആൻഡ് എത്തിക്കൽ? നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം നിലവിലുള്ള നിയമങ്ങൾക്ക് വിരുദ്ധമാണോ അല്ലെങ്കിൽ കമ്പനിയുടെ നയങ്ങൾക്ക് ചേരാത്തതാണോ എന്ന് പരിശോധിക്കുക. ഇതിലെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്? വാട്ട് ആർ ദ ഡിഫിക്കൽട്ടീസ്? പേപ്പറിലുള്ള ഈ പ്ലാൻ യാഥാർത്ഥ്യമാക്കുമ്പോൾ നേരിടേണ്ടി വരുന്ന വിഭവങ്ങളുടെ കുറവ്, സമയക്കുറവ്, സാങ്കേതിക തടസ്സങ്ങൾ എന്നിവ വിലയിരുത്തുക. ഇതിലെ പോരായ്മകൾ എന്തൊക്കെയാണ്? വാട്ട് ആർ ദ ഫ്ലോസ്? നമ്മുടെ ആശയത്തിന്റെ ഡിസൈനിലോ സിദ്ധാന്തത്തിലോ ഉള്ള യുക്തിരഹിതമായ ഭാഗങ്ങൾ കണ്ടെത്തി തിരുത്തുക. നിങ്ങൾക്ക് നിലവിലുള്ള ജോലിയേക്കാൾ ഇരട്ടി ശമ്പളമുള്ള ഒരു പുതിയ ജോലി ഓഫർ ലഭിക്കുന്നു. ആവേശത്തോടെ ചാടി വീണ് അതിൽ ഒപ്പിടുന്നതിനു മുമ്പ് കറുപ്പ് തൊപ്പി ധരിച്ചാൽ ചിന്തകൾ ഇങ്ങനെയായിരിക്കും: പുതിയ കമ്പനിയുടെ സാമ്പത്തിക ഭദ്രത എങ്ങനെയുണ്ട്? അവർ കഴിഞ്ഞ വർഷം ഒരുപാട് പേരെ പിരിച്ചുവിട്ടതായി കേട്ടിട്ടുണ്ട്. അവിടെ എന്റെ ജോലി എത്രത്തോളം സുരക്ഷിതമായിരിക്കും? പുതിയ ഓഫീസിലേക്ക് വീട്ടിൽ നിന്ന് 2 മണിക്കൂർ യാത്ര ചെയ്യണം. അത് എന്റെ കുടുംബജീവിതത്തെയും ആരോഗ്യത്തെയും ബാധിക്കില്ലേ? പുതിയ ജോലിയിൽ പ്രൊജക്റ്റുകൾ മാറിക്കൊണ്ടിരിക്കും. എനിക്ക് ആ സാങ്കേതിക വിദ്യകളിൽ അത്ര പരിചയമില്ലാത്തതിനാൽ തുടക്കത്തിൽ വലിയ മാനസിക സമ്മർദ്ദമുണ്ടായേക്കാം. ഈ ചിന്തകൾ നിങ്ങളെ പിന്നോട്ട് വലിക്കാനല്ല, മറിച്ച് പുതിയ ജോലി സ്വീകരിക്കുമ്പോൾ നിങ്ങൾ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണം എന്ന് മനസ്സിലാക്കി തരാനാണ് സഹായിക്കുന്നത്. 6 തിങ്കിങ് ഹാറ്റ്സിൽ ഏറ്റവും കൂടുതൽ ദുരുപയോഗം ചെയ്യപ്പെടാൻ സാധ്യതയുള്ള തൊപ്പിയാണ് കറുപ്പ് തൊപ്പി. അതിനാൽ താഴെ പറയുന്ന കാര്യങ്ങളിൽ അതീവ ശ്രദ്ധ വേണം. അമിതമായ ഉപയോഗം, ഓവർ യൂസ്. പല മീറ്റിങ്ങുകളിലും ആളുകൾ എപ്പോഴും കറുത്ത തൊപ്പി മാത്രം ധരിച്ചിരിക്കാൻ ഇഷ്ടപ്പെടുന്നു. പുതിയൊരു ആശയം വരുമ്പോൾ തന്നെ അതിനെ എതിർത്ത് തോൽപ്പിക്കുന്നത് നല്ലതല്ല. മറ്റ് തൊപ്പികൾക്കും തുല്യ പ്രാധാന്യം നൽകണം. വ്യക്തിപരമായ ആക്രമണം, പേഴ്സണൽ അറ്റാക്ക്. മറ്റൊരാളോടുള്ള ദേഷ്യം തീർക്കാൻ അയാളുടെ ആശയത്തെ കറുപ്പ് തൊപ്പിയുടെ പേരിൽ കുറ്റപ്പെടുത്തരുത്. വിമർശനം ആശയത്തോട് മാത്രമായിരിക്കണം, വ്യക്തിയോടല്ല. പരിഹാരം നിർദ്ദേശിക്കാതിരിക്കൽ. കറുപ്പ് തൊപ്പിയുടെ ജോലി തടസ്സങ്ങൾ കണ്ടെത്തുക മാത്രമാണ്. എന്നാൽ കണ്ടെത്തിയ തടസ്സങ്ങളിൽ മാത്രം തൂങ്ങിക്കിടന്ന് ചർച്ച അവസാനിപ്പിക്കരുത്. അതിനുശേഷം മഞ്ഞ, പച്ച തൊപ്പികളിലേക്ക് മാറി പരിഹാരങ്ങൾ കണ്ടെത്തണം.
കറുപ്പ് തൊപ്പി എന്നത് ഒരു സുരക്ഷാ കവചമാണ്. അത് നമ്മെ വലിയ പരാജയങ്ങളിൽ നിന്നും നഷ്ടങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നു. ഒരു ആശയത്തിന്റെ വെളിച്ചം മാത്രം കണ്ട് മുന്നോട്ടു പോകുന്ന ഒരാൾ കുഴിയിൽ വീഴാൻ സാധ്യതയുണ്ട്. എന്നാൽ കറുത്ത തൊപ്പി ധരിക്കുന്നതിലൂടെ ആ കുഴികൾ എവിടെയൊക്കെയാണെന്ന് മുൻകൂട്ടി കണ്ട് പാത സുരക്ഷിതമാക്കാൻ സാധിക്കുന്നു. ചിന്തകളിൽ ജാഗ്രതയും യുക്തിയും നിറച്ചുകൊണ്ട് പരാജയപ്പെടാത്ത മികച്ച പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ കറുപ്പ് തൊപ്പി ചിന്താഗതി നമ്മെ പ്രാപ്തരാക്കുന്നു. പ്രതീക്ഷകളുടെയും നല്ല വശങ്ങളുടെയും മഞ്ഞത്തൊപ്പി, ദ യെല്ലോ ഹാറ്റ്. ചിന്താ പ്രക്രിയയിൽ മഞ്ഞത്തൊപ്പി എന്നാൽ ശുഭാപ്തി വിശ്വാസം അഥവാ ഒപ്റ്റിമിസം എന്നാണ് അർത്ഥമാക്കുന്നത്. ഒരു പുതിയ ആശയത്തിന്റെയോ പദ്ധതിയുടെയോ നല്ല വശങ്ങൾ, അത് വിജയിക്കാനുള്ള കാരണങ്ങൾ, അതുവഴി ലഭിക്കാൻ പോകുന്ന ലാഭങ്ങൾ, ഉണ്ടാകാൻ പോകുന്ന അനുകൂല സാഹചര്യങ്ങൾ എന്നിവ മാത്രം ചിന്തിക്കുന്ന ഒരു രീതിയാണിത്. കറുത്ത തൊപ്പി നമ്മെ അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കുമ്പോൾ മഞ്ഞത്തൊപ്പി നമ്മെ മുന്നോട്ട് കുതിക്കാനുള്ള ധൈര്യവും ആത്മവിശ്വാസവും നൽകുന്നു. മഞ്ഞത്തൊപ്പി എന്നത് വെറുതെ നല്ലത് ചിന്തിക്കലല്ല, മറിച്ച് അത് യുക്തിഭദ്രമായ പോസിറ്റീവ് ചിന്തയാണ്, ലോജിക്കൽ പോസിറ്റീവ്. കറുത്ത തൊപ്പിയിൽ ദോഷങ്ങൾ വ്യക്തമാക്കാൻ കാരണം വേണമെന്ന് പറഞ്ഞതുപോലെ മഞ്ഞത്തൊപ്പിയിൽ ഒരു നല്ല വശം പറയുമ്പോഴും അതിന് പിന്നിൽ വ്യക്തമായ യുക്തി ഉണ്ടായിരിക്കണം. എല്ലാം ശരിയാകും എന്ന് വെറുതെ പറയുന്നത് മഞ്ഞത്തൊപ്പിയല്ല. പകരം ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാൽ നമ്മുടെ ഉൽപാദനക്ഷമത 40% വർദ്ധിക്കും, കാരണം ഇത് മുൻപത്തേക്കാൾ വേഗതയേറിയതാണ് എന്ന് പറയുന്നതാണ് മഞ്ഞത്തൊപ്പിയുടെ ശൈലി. മനുഷ്യനെ പുതിയ കണ്ടുപിടുത്തങ്ങളിലേക്കും പുരോഗതിയിലേക്കും നയിക്കുന്നത് ഈ മഞ്ഞത്തൊപ്പി ചിന്താഗതിയാണ്. കറുത്ത തൊപ്പി മാത്രം ധരിച്ചിരുന്നെങ്കിൽ മനുഷ്യൻ ഒരിക്കലും വിമാനം കണ്ടുപിടിക്കില്ലായിരുന്നു. അത് താഴെ വീണ് അപകടമുണ്ടാകാം എന്ന ചിന്ത അവനെ തടയുമായിരുന്നു. എന്നാൽ ആകാശത്തിലൂടെ പറന്നാൽ ദൂരം കുറയും, യാത്ര എളുപ്പമാകും എന്ന പോസിറ്റീവ് ചിന്തയാണ് അതിന് ധൈര്യം നൽകിയത്. മഞ്ഞത്തൊപ്പി ധരിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ പ്രധാനമായും 4 കാര്യങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. ലഭ്യമാകുന്ന ലാഭങ്ങൾ, ബെനഫിറ്റ്സ്. ഈ തീരുമാനം കൊണ്ട് വ്യക്തിക്കോ സ്ഥാപനത്തിനോ സാമ്പത്തികമായും അല്ലാതെയും എന്തൊക്കെ നേട്ടങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത്? മൂല്യം കണ്ടെത്തൽ, വാല്യൂ. ഈ ആശയം സമൂഹത്തിനോ ഉപഭോക്താക്കൾക്കോ എന്ത് തരത്തിലുള്ള മൂല്യമാണ് നൽകുന്നത്? സാധ്യതകൾ, പോസിബിലിറ്റീസ്. ഇതിലൂടെ ഭാവിയിൽ തുറക്കപ്പെടാൻ സാധ്യതയുള്ള പുതിയ വാതിലുകളും അവസരങ്ങളും എന്തൊക്കെയാണ്? പ്രായോഗികത, ഫീസിബിലിറ്റി. ഈ പ്ലാൻ വിജയിപ്പിക്കാൻ നമ്മുടെ കയ്യിൽ നിലവിൽ എന്തൊക്കെ അനുകൂല സാഹചര്യങ്ങളുണ്ട്? ഒരു കമ്പനിയിൽ ജീവനക്കാർക്ക് ആഴ്ചയിൽ 2 ദിവസം വർക്ക് ഫ്രം ഹോം അനുവദിക്കുന്നതിനെ കുറിച്ച് മാനേജ്മെന്റ് ചർച്ച ചെയ്യുന്നു. HR മാനേജർ: ജീവനക്കാർക്ക് യാത്രാസമയം ലാഭിക്കാൻ കഴിയുന്നത് കൊണ്ടാണ് അവർ കൂടുതൽ സന്തോഷവാന്മാരായി ഇരിക്കുന്നത്. അത് അവരുടെ ഉൽപാദനക്ഷമത അഥവാ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കും. ഫിനാൻസ് ഹെഡ്: ആഴ്ചയിൽ 2 ദിവസം ഓഫീസിൽ ആളുകൾ കുറയുമ്പോൾ കറന്റ് ബില്ല്, വെള്ളം, മറ്റ് ഓഫീസ് ചെലവുകൾ എന്നിവയിൽ വലിയൊരു തുക കമ്പനിക്ക് ലാഭിക്കാൻ സാധിക്കും. ടീം ലീഡർ: ഓഫീസിൽ വരാൻ മടിക്കുന്ന മിടുക്കരായ പല ഉദ്യോഗാർത്ഥികളെയും കമ്പനിയിലേക്ക് ആകർഷിക്കാൻ ഈ പുതിയ നയം സഹായിക്കും, പ്രത്യേകിച്ച് ദൂരസ്ഥലങ്ങളിൽ ഉള്ളവരെ. മാനേജർ: വളരെ നല്ല കാര്യങ്ങൾ. ഈ നേട്ടങ്ങൾ നമുക്ക് വലിയൊരു വളർച്ച നൽകും. ഈ ചർച്ചയിലൂടെ ഒരു മാറ്റത്തിന്റെ നല്ല വശങ്ങൾ ക്രോഡീകരിക്കാനും അത് നടപ്പിലാക്കാനുമുള്ള വഴി തെളിയാനും സഹായിക്കുന്നു. മഞ്ഞത്തൊപ്പി ഉപയോഗിക്കുമ്പോൾ ചില തെറ്റായ ചിന്താഗതികൾ കടന്നുകൂടാൻ സാധ്യതയുണ്ട്. അമിതമായ ആത്മവിശ്വാസം, ഓവർ ഒപ്റ്റിമിസം. യാഥാർത്ഥ്യങ്ങളുമായി ഒട്ടും ബന്ധമില്ലാത്ത വലിയ പ്രതീക്ഷകൾ വെച്ചു പുലർത്തരുത്. നമ്മൾ ഈ പ്രൊജക്ട് തുടങ്ങിയാൽ അടുത്ത മാസം തന്നെ കോടീശ്വരനാകും എന്ന് ചിന്തിക്കുന്നത് മഞ്ഞത്തൊപ്പിയല്ല, അമിത മോഹമാണ്. അപകടങ്ങളെ അവഗണിക്കൽ. മഞ്ഞത്തൊപ്പി ധരിച്ചിരിക്കുമ്പോൾ കറുത്ത തൊപ്പിയുടെ പോയിന്റുകളെ കളിയാക്കാനോ അവഗണിക്കാനോ പാടില്ല. നല്ല വശങ്ങൾ കാണുന്നത് പോലെ തന്നെ പ്രധാനമാണ് ദോഷങ്ങൾ പരിഹരിക്കലും. തുടർച്ചയായ ഉപയോഗം. എപ്പോഴും മഞ്ഞത്തൊപ്പി മാത്രം ധരിച്ചിരുന്നാൽ വിപണിയിലെ ചതിക്കുഴികൾ തിരിച്ചറിയാൻ പറ്റാതെ വലിയ സാമ്പത്തിക തകർച്ച ഉണ്ടാകാം. കറുത്ത തൊപ്പി തടസ്സങ്ങൾ കാണിച്ച് നമ്മെ നിർത്തിക്കളയുമ്പോൾ മഞ്ഞത്തൊപ്പിയാണ് ആ തടസ്സങ്ങളെ മറികടന്നാൽ ലഭിക്കുന്ന സമ്മാനങ്ങളെക്കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്.
ജീവിതത്തിലും ബിസിനസ്സിലും വെല്ലുവിളികളെ അവസരങ്ങളാക്കി മാറ്റാനും ആത്മവിശ്വാസത്തോടെ പുതിയ ചുവടുകൾ വെക്കാനും മഞ്ഞത്തൊപ്പി ചിന്താഗതി നമ്മെ പ്രേരിപ്പിക്കുന്നു. സർഗാത്മകതയുടെയും പുതിയ ആശയങ്ങളുടെയും പച്ചത്തൊപ്പി, ദ ഗ്രീൻ ഹാറ്റ്. ചിന്താ പ്രക്രിയയിൽ പച്ചത്തൊപ്പി എന്നാൽ സർഗാത്മകത അഥവാ ക്രിയേറ്റിവിറ്റി എന്നാണ് അർത്ഥമാക്കുന്നത്. നിലവിലുള്ള ചട്ടക്കൂടുകളിൽ നിന്നും പുറത്തുചാടി ചിന്തിക്കാനും തിങ്കിങ് ഔട്ട് ഓഫ് ദ ബോക്സ്, പുതിയ ആശയങ്ങൾ കണ്ടെത്താനും പ്രതിസന്ധികൾക്ക് ബദൽ മാർഗങ്ങൾ അഥവാ ആൾട്ടർനേറ്റീവ്സ് രൂപീകരിക്കാനും പച്ചത്തൊപ്പി നമ്മെ സഹായിക്കുന്നു. കറുത്ത തൊപ്പി ഉയർത്തിയ തടസ്സങ്ങൾക്കുള്ള പരിഹാരങ്ങൾ കണ്ടെത്തുന്നത് ഈ പച്ചത്തൊപ്പി ധരിക്കുമ്പോഴാണ്. പലരും വിചാരിക്കുന്നത് സർഗാത്മകത എന്നത് ചില കലാകാരന്മാർക്കോ എഴുത്തുകാർക്കോ മാത്രം ജന്മനാ ലഭിക്കുന്ന ഒരു കഴിവാണെന്നാണ്. എന്നാൽ ഡി ബോണോയുടെ അഭിപ്രായത്തിൽ സർഗാത്മകത എന്നത് ആർക്കും പരിശീലിച്ചെടുക്കാവുന്ന ഒരു ചിന്താരീതിയാണ്. പച്ചത്തൊപ്പി തലയിൽ വെച്ചു കഴിഞ്ഞാൽ പിന്നെ വലിപ്പച്ചെറുപ്പമില്ലാതെ ആർക്കും എന്ത് വിചിത്രമായ ആശയവും മുന്നോട്ട് വെക്കാം. ഒരു ആശയം എത്രത്തോളം വിഡ്ഢിത്തമാണെന്ന് തോന്നിയാലും അത് ചർച്ചയിലേക്ക് വരണം. കാരണം പലപ്പോഴും ഒരു വിഡ്ഢിത്തമെന്ന് കരുതുന്ന ആശയങ്ങളിൽ നിന്നായിരിക്കും ലോകത്തെ മാറ്റിമറിച്ച വലിയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഉദാഹരണത്തിന്, ഒരു കാർ നിർമ്മാതാവ് പച്ചത്തൊപ്പി ധരിച്ച് നമുക്ക് ചക്രങ്ങളില്ലാത്ത ഒരു വണ്ടി ഉണ്ടാക്കിയാലോ എന്ന് ചിന്തിച്ചേക്കാം. കറുത്ത തൊപ്പിയുടെ യുക്തി വെച്ച് അത് അസാധ്യമാണെങ്കിലും ആ ചിന്തയാണ് പിന്നീട് കാന്തിക ശക്തി ഉപയോഗിച്ച് ഓടുന്ന ട്രെയിനുകളുടെ കണ്ടുപിടുത്തത്തിലേക്ക് നയിച്ചത്. പച്ചത്തൊപ്പി ധരിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ പ്രധാനമായും 3 മേഖലകളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. പുതിയ ആശയങ്ങൾ, ന്യൂ ഐഡിയാസ്. പ്രശ്നം പരിഹരിക്കാൻ ഇതുവരെ ആരും പരീക്ഷിക്കാത്ത തികച്ചും പുതിയ വഴികൾ കണ്ടെത്തുക. ബദൽ മാർഗങ്ങൾ, ആൾട്ടർനേറ്റീവ്സ്. ഒരു കാര്യം ചെയ്യാൻ നിലവിലുള്ള വഴികൾക്ക് പുറമെ വേറെ എന്തൊക്കെ ഓപ്ഷനുകൾ ഉണ്ടെന്ന് നോക്കുക. ഇത് ഇങ്ങനെയല്ലാതെ മറ്റെങ്ങനെയൊക്കെ ചെയ്യാം എന്ന് ചിന്തിക്കുക. പ്രകോപനപരമായ ചിന്തകൾ, പ്രൊവോക്കേഷൻ. ചിന്തകളെ ഉണർത്താൻ വേണ്ടി മനഃപൂർവ്വം യുക്തിരഹിതമായ അല്ലെങ്കിൽ വിപരീതമായ ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുക. ലേറ്ററൽ തിങ്കിങ്. ഉദാഹരണത്തിന്, ഒരു പുസ്തകശാലയിൽ ഓൺലൈൻ സൈറ്റുകളുടെ മത്സരം കാരണം വിൽപ്പന വളരെ കുറയുന്നു. വെളുത്ത തൊപ്പിയിലൂടെ നഷ്ടം മനസ്സിലാക്കി കറുത്ത തൊപ്പിയിലൂടെ കട പൂട്ടേണ്ടി വരുമെന്ന ഭയം കണ്ടു. ഇനി ടീം പച്ചത്തൊപ്പി ധരിക്കുന്നു. ജീവനക്കാരൻ എ: നമ്മൾ വെറുതെ പുസ്തകം വിൽക്കുന്നതിന് പകരം ഇതൊരു ബുക്ക് കഫേ ആക്കിയാലോ? ആളുകൾക്ക് ഇവിടെ വന്ന് കാപ്പി കുടിച്ചുകൊണ്ട് പുസ്തകം വായിക്കാം. വായനക്കാരുടെ കൂട്ടായ്മകൾ ഇവിടെ സംഘടിപ്പിക്കാം. ജീവനക്കാരൻ ബി: നമുക്ക് പുസ്തകങ്ങൾ വീടുകളിൽ എത്തിച്ചു നൽകുന്ന ഒരു മാസവരി പദ്ധതി തുടങ്ങിയാലോ? സബ്സ്ക്രിപ്ഷൻ മോഡൽ. വായനക്കാർക്ക് ഓരോ മാസവും അവരുടെ താല്പര്യത്തിനനുസരിച്ച് പുസ്തകങ്ങൾ വീട്ടിൽ കിട്ടും. ജീവനക്കാരൻ സി: അന്ധരായ ആളുകൾക്കോ അല്ലെങ്കിൽ വായിക്കാൻ മടിയുള്ളവർക്കോ വേണ്ടി നമ്മുടെ ജീവനക്കാർ പുസ്തകങ്ങൾ വായിച്ചു കേൾപ്പിക്കുന്ന ഓഡിയോ സെഷനുകൾ രാത്രികളിൽ നടത്തിയാലോ? ഇവിടെ പരമ്പരാഗതമായ കച്ചവട രീതിയിൽ നിന്നും മാറി തികച്ചും പുതുമയുള്ള ആശയങ്ങളാണ് പുറത്തു വരുന്നത്. ഇത് ബിസിനസ്സിന് പുതിയൊരു ജീവൻ നൽകുന്നു. വ്യക്തിഗത ജീവിതത്തിൽ വീട്ടുചിലവുകൾ ചുരുക്കുന്ന ഒരു ഉദാഹരണം നോക്കാം. കുടുംബത്തിലെ ചെലവുകൾ വരുമാനത്തേക്കാൾ കൂടുന്നു. കറുത്ത തൊപ്പി വലിയ സാമ്പത്തിക പ്രതിസന്ധി പ്രവചിച്ചു. ഇനി കുടുംബാംഗങ്ങൾ പച്ചത്തൊപ്പി ധരിച്ച് പരിഹാരം ചിന്തിക്കുന്നു. അമ്മ: നമ്മൾ പച്ചക്കറികൾ പുറത്തുനിന്ന് വാങ്ങുന്നതിന് പകരം ടെറസിൽ ചെറിയൊരു അടുക്കളത്തോട്ടം ഉണ്ടാക്കിയാലോ? അത് ചെലവ് കുറയ്ക്കുക മാത്രമല്ല, ആരോഗ്യത്തിന് നല്ലതുമാണ്. മകൻ: ഞാൻ കോളേജിലേക്ക് പോകുമ്പോൾ ബൈക്കിന് പകരം സുഹൃത്തുക്കളുമായി ചേർന്ന് കാർ പൂളിംഗ് അല്ലെങ്കിൽ ബസ് യാത്ര ശീലിക്കാം. ഇന്ധന ചെലവ് പകുതിയാകും. അച്ഛൻ: നമുക്ക് വീട്ടിലെ പഴയ സാധനങ്ങൾ ഓൺലൈൻ വഴി വിറ്റ് കുറച്ച് പണം കണ്ടെത്താം. ഇവിടെ പരാതികൾ പറയുന്നതിന് പകരം എല്ലാവരും ഒന്നിച്ച് പ്രശ്നപരിഹാരത്തിനായി പുതിയ വഴികൾ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. പച്ചത്തൊപ്പി ഉപയോഗിക്കുമ്പോൾ താഴെ പറയുന്ന തെറ്റുകൾ സംഭവിക്കാതെ നോക്കണം. ഉടൻ തള്ളിക്കളയൽ, പ്രിമേച്വർ ജഡ്ജ്മെന്റ്. ഒരാൾ ഒരു ആശയം പറയുമ്പോൾ തന്നെ അത് നടക്കില്ല, അതിനൊരുപാട് ചെലവാകും എന്ന് പറഞ്ഞ് അതിനെ നുള്ളിക്കളയരുത്. അത് പച്ചത്തൊപ്പിയുടെ അന്തരീക്ഷത്തെ തകർക്കും. ആശയങ്ങളിൽ മാത്രം ഒതുങ്ങുക. പച്ചത്തൊപ്പിയിലൂടെ ഒരുപാട് നല്ല ആശയങ്ങൾ ലഭിച്ചേക്കാം. എന്നാൽ വെറുതെ ആശയങ്ങൾ പറഞ്ഞു കൂട്ടുന്നത് കൊണ്ട് മാത്രം കാര്യമില്ല.
അവയെ പിന്നീട് മറ്റു തൊപ്പികളിലൂടെ വെള്ള, കറുപ്പ്, മഞ്ഞ എന്നിവയിലൂടെ കടത്തിവിട്ട് പ്രായോഗികമാക്കണം. ദിശ നഷ്ടപ്പെടൽ. സർഗാത്മകതയുടെ ആവേശത്തിൽ ചർച്ചകൾ യഥാർത്ഥ പ്രശ്നത്തിൽ നിന്നും വളരെ ദൂരേക്ക് വഴിമാറിപ്പോകാൻ സാധ്യതയുണ്ട്. നീലത്തൊപ്പി ഉപയോഗിച്ച് അതിനെ നിയന്ത്രിക്കണം. പച്ചത്തൊപ്പി പുതിയ മാറ്റങ്ങളുടെയും വിപ്ലവങ്ങളുടെയും തുടക്കമാണ്. അത് മനുഷ്യന്റെ ഭാവനയ്ക്ക് ചിറകുകൾ നൽകുന്നു. കറുത്ത തൊപ്പി കാണിച്ചു തന്ന കുഴികളും തടസ്സങ്ങളും ചാടിക്കടക്കാനുള്ള പാലം നിർമ്മിക്കുന്നത് പച്ചത്തൊപ്പിയാണ്. പ്രതിസന്ധികളിൽ തളർന്നു പോകാതെ മറ്റൊരു വഴി കൂടിയുണ്ട് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയും ജീവിതത്തെയും ബിസിനസിനെയും കൂടുതൽ മനോഹരവും നൂതനവുമാക്കാൻ പച്ചത്തൊപ്പി ചിന്താഗതി നമ്മെ പ്രാപ്തരാക്കുകയും ചെയ്യുന്നു. നിയന്ത്രണത്തിന്റെയും ഏകോപനത്തിന്റെയും നീലത്തൊപ്പി, ദി ബ്ലൂ ഹാറ്റ്. ആകാശത്തിന്റെ നിറമായ നീല എപ്പോഴും ഉയരത്തെയും വ്യാപ്തിയെയുമാണ് സൂചിപ്പിക്കുന്നത്. ഒരു വിമാനത്തിൽ ഇരുന്ന് താഴേക്ക് നോക്കുന്നത് പോലെ ചിന്താപ്രക്രിയയെ മുഴുവനായി മുകളിൽ നിന്ന് വീക്ഷിക്കുന്ന സംവിധാനമാണിത്. ചിന്താപ്രക്രിയയിൽ നീലത്തൊപ്പി എന്നാൽ നിയന്ത്രണം, പ്രോസസ് കൺട്രോൾ അല്ലെങ്കിൽ ഏകോപനം എന്നാണ് അർത്ഥമാക്കുന്നത്. മറ്റ് 5 തൊപ്പികളും എന്ത് ചിന്തിക്കണം എന്ന് പറയുമ്പോൾ നീലത്തൊപ്പി എങ്ങനെ ചിന്തിക്കണം എന്ന് തീരുമാനിക്കുന്നു. ലളിതമായി പറഞ്ഞാൽ ഒരു ഓർക്കസ്ട്രയിലെ കണ്ടക്ടറെ പോലെയോ അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ ടീമിലെ കോച്ചിനെ പോലെയോ ആണ് നീലത്തൊപ്പിയുടെ ധർമ്മം. സാധാരണ മീറ്റിംഗുകൾ പരാജയപ്പെടാൻ കാരണം ആളുകൾ ഒരേ സമയം പല തൊപ്പികൾ ധരിച്ച് സംസാരിക്കുന്നത് കൊണ്ടാണ്. ഒരാൾ ഒരു പുതിയ ആശയം പറയുമ്പോൾ മറ്റൊരാൾ അതിലെ ദോഷം പറഞ്ഞ് അതിനെ നുള്ളിക്കളയും. ഉടൻ ആദ്യത്തെയാൾക്ക് ദേഷ്യം വരും. ഈ വടംവലി കാരണം ചർച്ചകൾ നീണ്ടുപോവുകയും ഒരു തീരുമാനത്തിലും എത്താതിരിക്കുകയും ചെയ്യുന്നു. ഇവിടെയാണ് നീലത്തൊപ്പിയുടെ പ്രസക്തി. നീലത്തൊപ്പി ധരിച്ച വ്യക്തി സാധാരണയായി മീറ്റിംഗിന് നേതൃത്വം നൽകുന്ന മാനേജർ അല്ലെങ്കിൽ ചെയർമാൻ എന്ന് കരുതുക. ചർച്ചയുടെ നിയമങ്ങൾ നിശ്ചയിക്കുന്നു. ഇപ്പോൾ നമ്മൾ എല്ലാവരും അടുത്ത 10 മിനിറ്റ് കറുത്ത തൊപ്പി മാത്രമായിരിക്കും ധരിക്കുക എന്ന് നീലത്തൊപ്പി പ്രഖ്യാപിച്ചാൽ ആ മീറ്റിംഗിലുള്ള എല്ലാവരും ആ സമയം ദോഷങ്ങൾ മാത്രം ചിന്തിക്കണം. പരസ്പരമുള്ള തർക്കങ്ങൾ ഒഴിവാക്കാനും ചിന്തകളെ കൃത്യമായ ഒരു ട്രാക്കിലൂടെ കൊണ്ടുപോകാനും നീലത്തൊപ്പി സഹായിക്കുന്നു. ഒരു ചർച്ചയുടെ തുടക്കത്തിലും ഒടുക്കത്തിലും എപ്പോഴും നീലത്തൊപ്പിയാണ് ഉപയോഗിക്കുന്നത്. നീലത്തൊപ്പി ധരിച്ച് ചിന്തിക്കുമ്പോൾ പ്രധാനമായും 4 കാര്യങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. ലക്ഷ്യം നിശ്ചയിക്കൽ, ഫോക്കസ് ആൻഡ് ഒബ്ജക്റ്റീവ്. നമ്മൾ എന്തിനാണ് ഇപ്പോൾ ഈ ചർച്ച നടത്തുന്നത്? നമ്മുടെ യഥാർത്ഥ പ്രശ്നം എന്താണ്? ചർച്ചയുടെ ലക്ഷ്യം എന്താണ് എന്ന് കൃത്യമായി നിർവചിക്കുക. അജണ്ട തയ്യാറാക്കുക, ദ തിങ്കിങ് അജണ്ട. ഏത് തൊപ്പി ധരിക്കണം എന്ന ക്രമം അഥവാ സീക്വൻസ് നിശ്ചയിക്കുക. നിയമങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കൽ, കീപ് ഓർഡർ. ചർച്ചയ്ക്കിടയിൽ ആരെങ്കിലും വഴിമാറി ചിന്തിച്ചാൽ അവരെ തിരുത്തുക. ഉദാഹരണത്തിന്, വെള്ളത്തൊപ്പി ധരിച്ചിരിക്കുമ്പോൾ ആരെങ്കിലും വികാരങ്ങൾ പറഞ്ഞാൽ അത് ചുവപ്പു തൊപ്പിയാണ്, ഇപ്പോൾ നമുക്ക് വിവരങ്ങൾ മാത്രം മതി എന്ന് ഓർമ്മിപ്പിക്കുക. ക്രോഡീകരണവും അന്തിമ തീരുമാനവും, സമ്മറി ആൻഡ് കൺക്ലൂഷൻ. എല്ലാ തൊപ്പികളിലൂടെയും ലഭിച്ച ആശയങ്ങളെയും വിവരങ്ങളെയും ഒരുമിച്ച് ചേർത്ത് ഒരു വ്യക്തമായ അന്തിമ തീരുമാനത്തിൽ, ആക്ഷൻ പ്ലാനിൽ എത്തിച്ചേരുക. എഡ്വേർഡ് ഡി ബോണോയുടെ 6 തിങ്കിങ് ഹാറ്റ് സിദ്ധാന്തത്തിന്റെ പൂർണ്ണത ഈ നീലത്തൊപ്പിയിലാണ്. ബാക്കി 5 തൊപ്പികളും വെവ്വേറെ ചിതറിക്കിടക്കുന്ന മുത്തുകളാണെങ്കിൽ അവയെ കോർത്ത് മനോഹരമായ ഒരു മാലയാക്കുന്നത് ഈ നീലത്തൊപ്പിയാണ്. ഇത് നമ്മുടെ ചിന്തകൾക്ക് അച്ചടക്കവും വ്യക്തതയും ലക്ഷ്യബോധവും നൽകുന്നു. 6 തൊപ്പികളും വെള്ള, ചുവപ്പ്, കറുപ്പ്, മഞ്ഞ, പച്ച, നീല ഇവയെല്ലാം പരസ്പരം ചേരുമ്പോൾ ഒരു മനുഷ്യന് ഏതൊരു വലിയ പ്രതിസന്ധിയെയും വളരെ ലളിതമായി മറികടക്കാൻ സാധിക്കും. ബിസിനസ്സിലെ വലിയ തന്ത്രങ്ങൾ മെനയാനും വ്യക്തിജീവിതത്തിലെ സുപ്രധാന തീരുമാനങ്ങൾ കൈക്കൊള്ളാനും ഈ 6 തിങ്കിങ് ഹാറ്റ്സ് എന്ന മനഃശാസ്ത്ര സമീപനം ലോകത്തെ ഏറ്റവും മികച്ച വഴിവിളക്കായി ഇന്നും നിലകൊള്ളുന്നു. ഇതുപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. നന്ദി.